കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗമായി ജി സുരേഷ് കുമാർ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും സിനിമാ സമരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടും എത്തിയത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. എന്നാൽ ഇതിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ടും എമ്പുരാനെ കുറിച്ച് ജി സുരേഷ് കുമാർ പറഞ്ഞത് ഇഷ്ടപ്പെടാഞ്ഞ ആന്റണി പെരുമ്പാവൂർ ചില പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു. ഒരു കൊമ്പുകോർക്കൽ തന്നെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം. അത് വലിയ രീതിയിൽ വൈറലാകുകയും ചെയ്തു. തൊട്ടു പിന്നാലെ മട്ടാഞ്ചേരി മാഫിയയും തിരുവനന്തപുരം ലോബിയും ഒക്കെ പൊങ്ങി വന്നു. വാർത്താ മാധ്യമങ്ങളിൽ പോലും ഇതൊക്കെയായിരുന്നു വലിയ രീതിയിൽ ചർച്ചയായത്. തിരുവനന്തപുരം ലോബി പറയുമ്പോൾ ആദ്യം പ്രേക്ഷകരെല്ലാം പറയുന്നത് അതിനകത്ത് മോഹൻലാലും ഉണ്ട് എന്ന രീതിയിലാണ്. എന്നാൽ ഇപ്പോൾ തിരുവനന്തപുരം ലോബിയിൽ മോഹൻലാൽ ഇല്ല. മോഹൻലാലിനെ അവിടുന്ന് പറിച്ചു മാറ്റിയതാട്ടെ ആന്റണി പെരുമ്പാവൂരും എന്ന കാര്യങ്ങളൊക്കെ എടുത്തു തന്നെ പറയുകയാണ്. മോഹൻലാലിനെ ശരിക്കും സിനിമയിലൂടെ ഉപയോഗിച്ച് കാശുണ്ടാക്കിയ ആൾക്കാരാണ് തിരുവനന്തപുരത്തെ ലോബിയിലുള്ള ആൾക്കാർ. അത് ആരൊക്കെയാണെന്ന് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണും. പലരുടെയും പേരുകളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ വലിയൊരു സ്റ്റഡി നടത്തി പ്രേക്ഷകർ തന്നെ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചുകൊണ്ട് എത്തുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ അവർക്കൊന്നും മോഹൻലാലിനെ കിട്ടാത്ത അവസ്ഥയാണ്. ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിനെ കൊച്ചിയിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ തിരുവനന്തപുരം ലോബി വിചാരിക്കുന്നത് ഈ പെരുമ്പാവൂരുകാരൻ നസ്രാണിയെ അധികം വളർത്താൻ പാടില്ലായിരുന്നു എന്നായിരിക്കും. കാരണം പഴയ തിരുവനന്തപുരം ലോബി മുഴുവൻ ഒത്തുപിടിച്ചാലും വെട്ടാൻ സാധിക്കാത്ത വടവൃക്ഷമായി ആന്റണി ചേട്ടൻ വളർന്നു കഴിഞ്ഞു. തിരുവനന്തപുരം ലോബി തങ്ങളുടെ സ്വന്തം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ലാലേട്ടനൊക്കെ ആന്റണി ചേട്ടന്റെ കൂടെ ആണ്. അതുകൊണ്ട് ഇനി പരസ്യമായി ഒരു യുദ്ധത്തിനും തിരുവനന്തപുരം ലോബി ഇറങ്ങില്ല. പകരം ലാലേട്ടനെ എങ്ങനെയെങ്കിലും സ്വാധീനിച്ച് ആന്റണി ചേട്ടനെ കൊണ്ട് ഒരു മാപ്പ് പറയിക്കാൻ ശ്രമിക്കും. പക്ഷെ ആന്റണി ചേട്ടൻ ആരാമോൻ മാപ്പും പറയില്ല, ഒരു കോപ്പും പറയില്ല. അദ്ദേഹം ഒറ്റയ്ക്ക് തിരുവനന്തപുരം ലോബിയുടെ ശവമടക്ക് നടത്തും. മറ്റു ചില ഫാൻസിനും മട്ടാഞ്ചേരി ലോബിക്കും പൂജപ്പുര സിവിൽ ബാർ എന്നൊക്കെ പറഞ്ഞ് ഇട്ട് മെഴുകാനുള്ള ഐറ്റംസ് ഇനിയും പുറകെ വന്നേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആരാധകരുടെ വലിയ വലിയ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ്. കാരണം അതുപോലുള്ള ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു കഴിഞ്ഞത്. എന്നാൽ ഭൂരിഭാഗം ആൾക്കാരും ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരിന്റെ ഭാഗത്താണ് ന്യായമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. പല പ്രമുഖ നടന്മാരും ആന്റണി പെരുമ്പാവൂരിനൊപ്പം തന്നെയാണ് നിന്നതും. സാക്ഷാൽ മോഹൻലാലും ആന്റണി പെരുമ്പാവൂരിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എത്തുകയും ചെയ്തിരുന്നു. ജൂൺ 1 മുതൽ സിനിമാ സമരം നടത്തുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ജി സുരേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ വിമർശനവുമായി നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ മുതൽ നമ്മൾ കാണാൻ തുടങ്ങിയതും അതുതന്നെയാണ്. ആന്റണി പെരുമ്പാവൂരിന്റെ പിന്തുണയുമായി ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ ചെയർമാനും നിർമ്മാതാവുമായ ലിബർട്ടി ബഷീറും കഴിഞ്ഞ ദിവസം വരികയുണ്ടായി. ആന്റണി പെരുമ്പാവൂർ പറഞ്ഞ കാര്യങ്ങൾ 100% ശരിയാണ്. ഇത് ജനറൽ ബോഡി വിളിച്ചുകൂട്ടി എടുക്കേണ്ട തീരുമാനമാണ്. ആന്റണി പെരുമ്പാവൂർ ഇന്ന് മലയാളത്തിൽ ലീഡിംഗ് ആയ ഒരു നിർമ്മാതാവാണ്. അപ്പോൾ അവരെ ഒന്നും അറിയാതെ ഇത്രയും വലിയൊരു തീരുമാനം എടുത്തത് ശരിയായില്ലെന്നും ലിബർട്ടി ബഷീർ വാർത്താ മാധ്യമത്തോട് പ്രതികരിക്കുകയുണ്ടായി. ഇപ്പോൾ സുരേഷ് ഗോപി ഒഴികെ മറ്റെല്ലാ അഭിനേതാക്കൾക്കും പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം അഭിപ്രായം എടുത്തിട്ട് വേണമായിരുന്നു ഇത്തരം തീരുമാനത്തിലേക്ക് എത്താൻ. ആന്റണി പെരുമ്പാവൂരിന്റെ ഭാഗത്താണ് ന്യായം. ആന്റണി പറഞ്ഞതുപോലെ ഒരു കൂടിയാലോചന വേണമായിരുന്നു. ജൂൺ മുതൽ സിനിമാ സമരം എന്ന് പറയുമ്പോഴും പ്രശ്നം എന്താണെന്ന് ആ സമയത്ത് മറ്റു ചില തമിഴ് സിനിമകൾ വരികയാണെങ്കിൽ തിയേറ്ററുകൾ ആ പടത്തിനാകും മുൻതൂക്കം കൊടുക്കുക. ആ ചിത്രം കേരളത്തിൽ നിന്ന് കോടികൾ വാരുകയും ചെയ്യും. അതല്ലാതെ തിയേറ്ററുകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. സമരം വന്ന് തിയേറ്റർ പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവരുള്ളത്. ലിബർട്ടി ബഷീറിന്റെ വാക്കുകൾ ഇതായിരുന്നു. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ആർട്ടിസ്റ്റുകൾ കൂടുതൽ പൈസ മേടിക്കുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സഹകരിക്കുന്ന മോഹൻലാലിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലരൊക്കെ ഓർത്തെടുത്തത്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അവർ പറയുകയും ചെയ്തിരുന്നു. എമ്പുരാൻ എന്ന സിനിമയ്ക്ക് പോലും മോഹൻലാൽ സഹകരിച്ചതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആന്റണി പെരുമ്പാവൂരും എത്തിയിരുന്നു, മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ. എന്നാൽ പുലിമുരുകൻ എന്ന സിനിമയെക്കുറിച്ചാണ് അവർ പല കാര്യങ്ങളും ഓർത്തെടുത്തത്. പുലിമുരുകൻ എന്ന സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തത് ആന്റണി പെരുമ്പാവൂരും മോഹൻലാലുമാണെന്ന് നിർമ്മാതാവ് ടോമിച്ചൻ ബുളകുപാടം പറഞ്ഞ ഒരു കാര്യം. രാമലീലയുടെ സക്സസ് മീറ്റിലായിരുന്നു ഈ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെച്ചത്. അത് ഈ അവസരത്തിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയും ചെയ്തു. പുലിമുരുകൻ സിനിമയുടെ ചിത്രീകരണ സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും പണം തന്ന് സഹായിച്ചുവെന്ന് ടോമിച്ചൻ പറഞ്ഞ വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത്. ആന്റണി പെരുമ്പാവൂർ ചെയ്തു തന്ന സഹായം ഒരിക്കലും മറക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പുലിമുരുകൻ എന്ന സിനിമ ഞാൻ എടുത്തു. ആ സമയത്ത് ഷൂട്ടിംഗ് 50 ദിവസം 100 ദിവസം 150 ദിവസം കഴിഞ്ഞു. നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ സംസാരം ഇത് മാത്രമേ ഉള്ളൂ. ഇവന് എന്താ സുഖമില്ലേ, പൈസ മുടക്കിക്കൊണ്ടിരിക്കുകയാണ്, ഈ സിനിമ ഇറങ്ങില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ആ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. അന്നു മുതൽ എന്റെ കൂടെ ഉള്ള ആളാണ് ആന്റണി പെരുമ്പാവൂർ. ഷൂട്ടിങ്ങിന്റെ എല്ലാ ദിവസവും രാവിലെ എന്തേലും പ്രശ്നം ഉണ്ടോ ചേട്ടാ എന്ന് ചോദിച്ച് ആന്റണി വിളിക്കും. ഉദ്ദേശിച്ചതിന്റെ 3 ഇരട്ടിയായിരുന്നു ചിത്രത്തിന്റെ ബജറ്റ്. സാമ്പത്തികമായി പ്രശ്നം ഉണ്ടായിരുന്നു. ആന്റണിയും ലാൽ സാറുമാണ് സഹായിച്ചത്. ആ സിനിമയ്ക്ക് ഞാൻ ലാൽ സാറിന് പ്രതിഫലം കൊടുക്കുന്നത് റിലീസായി 25 ദിവസം കഴിഞ്ഞിട്ടാണ്. 200 ദിവസത്തോളം ചിത്രീകരണം നടന്ന സിനിമയിൽ അഭിനയിക്കുകയും എന്നെ സാമ്പത്തികമായി അദ്ദേഹം സഹായിക്കുകയും ചെയ്തു. മലയാള സിനിമാ ലോകം അത് ഓർക്കേണ്ട കാര്യമാണ്. ആന്റണിയോട് പ്രത്യേകം നന്ദി പറയുന്നു. ടോമിച്ചൻ മുളകുപാടം പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു. വലിയ സിനിമകൾ വരുമ്പോൾ അതിനുവേണ്ടി മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും ഒക്കെ മറ്റുള്ളവരെക്കാട്ടിലും മികച്ച രീതിയിൽ സഹകരിക്കുകയും അതിനുവേണ്ട സഹായങ്ങൾ നൽകുകയും ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഓർക്കുന്നത്. മോഹൻലാൽ തന്റെ റെമ്യൂണറേഷൻ പോലും ആ ചിത്രത്തിന്റെ സക്സസിന് ശേഷമാണ് വാങ്ങിച്ചത് എന്നതും അദ്ദേഹം ഈ കഴിഞ്ഞ പല ബിഗ് സിനിമകൾക്കും ഇതേ പോളിസി തന്നെയാണോ ഉപയോഗിച്ചത് എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ പ്രേക്ഷകർ ഓരോ ആൾക്കാരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലുള്ള വലിയ സിനിമകളാണ് മോഹൻലാൽ ചെയ്യുന്നത് എന്നതുകൂടി നമ്മൾ ആലോചിക്കണം.
അപ്പോൾ മോഹൻലാലിൽ നിന്നും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ മനസ്സിലാകാൻ കഴിയും. മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവൂരിനെയും പ്രശംസിച്ചുകൊണ്ടുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മൂവി അനലിസ്റ്റുകൾ പങ്കുവച്ചത്. അതിൽ തന്നെ ലൂസിഫർ എന്ന തിരക്കഥയുടെ ബുക്ക് പബ്ലിഷ് ചെയ്തപ്പോൾ അതിൽ ചില വേർഡുകൾ അവർ എടുത്തു പറയുന്നുണ്ട്. ഷൂട്ടിംഗ് തുടങ്ങുന്നു, റിലീസ് ചെയ്യുന്നു. ലോജിസ്റ്റിക് എഫിഷ്യൻസി എന്നതിന് ഒരു മറുവാദം പറയാൻ എന്നോട് പറഞ്ഞാൽ ഞാൻ ആന്റണി ബായിയുടെ പേര് പറയും. വലിയ സിനിമയാണ് ആന്റണി ബായ്. അണ്ണൻ വിഷമിക്കാതെ, ഞാനില്ലേ. ഒരുപാട് ലൊക്കേഷൻ ഉണ്ടാകും, ഞാനില്ലേ. ധൈര്യമായി പോരട്ടെ. വലിയ താരനിരയാണ്, ഞാൻ ഏറ്റു. ഷൂട്ടിങ്ങിന് മുൻപും ഷൂട്ടിനിടയിലും ഷൂട്ട് കഴിഞ്ഞുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾക്കും ഒരു പരാധീനതയും കാട്ടാതെ തീർത്ത ചിത്രമാണ് ലൂസിഫർ. അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ആന്റണി ബായിക്ക് അവകാശപ്പെട്ടതാണ്. ഇടയ്ക്കിടെ രാജുവിനോടും എന്നോടും ചോദിച്ചു പോന്നിരുന്ന ഒരേ ഒരു ചോദ്യം ചുവടെ ചേർക്കുന്നു, എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്ന മുരളി ഗോപിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചപ്പോഴാണ് ഇന്നലെ സപ്പോർട്ട് ചെയ്തുകൊണ്ടെത്തിയ പൃഥ്വിരാജിന്റെ വാക്കുകൾ നമ്മളെല്ലാവരും നോക്കിയതും. എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്നത്.